മിക്സ്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് പെട്രോളും ഡീസൽ അത് വേപ്പറൈസ് ചെയ്യുന്ന റേറ്റ് 50 മില്ലി പെർ മിനിറ്റും 75 മില്ലി പെർ മിനിറ്റുമാണ്. ഓക്കെ, ഒരു 45 ലിറ്റർ ഉള്ള ഒരു മിക്സ്ചറിനകത്ത് നിന്ന് പെട്രോൾ ഡീസൽ ഉണ്ട്, അത് എയറിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ കഴിയുമ്പോൾ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും റേഷ്യോ 8:7 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്തതിന് ശേഷമുള്ള റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ലിറ്ററുമാണ് വന്നിട്ടുള്ളത്. സോ ഇതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ 500 മില്ലി പെർ മിനിറ്റ് 500 മില്ലി പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ 50 മില്ലി പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ 3000 മില്ലി പെർ അവർ എന്ന് കിട്ടും. അല്ലെങ്കിൽ 3 ലിറ്റർ പെർ അവർ, ഒരു മണിക്കൂറിൽ 3 ലിറ്റർ ഇതെന്ത് ചെയ്യും, ഇവാപ്പറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ 75 മില്ലി പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 60 വരും. ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ 4500 മില്ലി പെർ അവർ എന്ന് പറഞ്ഞു വരും. അല്ലെങ്കിൽ 4.5 ലിറ്റർ പെർ അവർ എന്ന് പറഞ്ഞു കിട്ടും. ഇനി ടോട്ടൽ 45ആണുള്ളത്. 3 മണിക്കൂർ കഴിയുമ്പോൾ പെട്രോള് ഒരു മണിക്കൂറിൽ 3 എന്ന രീതിയിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഡീസൽ 4.5 ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പം ബാക്കി ഉണ്ടാകുന്നത് 45 നിന്ന് 3 ഇൻറ്റു 3 + 4.5 ആയിരിക്കും ബാക്കി ഉണ്ടാകുന്നത്. അതായത് 7.5 ഇൻറ്റു 3 22.5 ആയിരിക്കും ഇനി ബാക്കി ഉണ്ടാകുന്നത്. ഈ ബാക്കിയുള്ള ഐറ്റത്തിൻ്റെ റേഷ്യോ ആണ് 8:7. ബാക്കിയുള്ള പെട്രോളിൻ്റെ ഡീസലിൻ്റെ റേഷ്യോ ആണ് 7. അതായത് നമ്മൾ ഡീസലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 3 ഇൻറ്റു 3 9 ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡീസലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 4.5 ഇൻറ്റു 3 13.5 ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി മിച്ചമുള്ള പെട്രോളിൻ്റെ ഡീസലിൻ്റെ റേഷ്യോ അവർ 8:7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 15 യൂണിറ്റ്, ടോട്ടൽ 15 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആണ് 22.5. 15ൻ്റെ സ്ക്വയർ ആണ് ആക്ച്വലി കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? 1.5 എന്ന് പറഞ്ഞു വരും. ഒരു യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 22.5 ഡിവൈഡഡ് ബൈ 15. അങ്ങനെയാണെങ്കിൽ 8 യൂണിറ്റ് എന്ന് പറയുന്നത് പെട്രോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ 8 ഇൻറ്റു 1.5 12 എന്ന് പറഞ്ഞു കിട്ടും. ഇനി 7 യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഡീസലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. 1.5 ഇൻറ്റു 7 നമുക്ക് 10.5 എന്ന് കിട്ടും. ഇതാണ് ഇപ്പോൾ അവസാനം ഉള്ള പെട്രോളിൻ്റെയും ഡീസലിൻ്റെ ക്വാണ്ടിറ്റി. ഇനി നമുക്ക് വേണ്ടിയിരുന്നത് ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? നമുക്കറിയാം 9 പെട്രോൾ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി. അതുപോലെ തന്നെ ഇത് 13.5 ഇവാപ്പറേറ്റ് ചെയ്ത് പോയി. ഇപ്പോൾ ഇത് കൂട്ടിക്കഴിയുമ്പോൾ ഇവിടെ 21 എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെയാണെങ്കിൽ 24 എന്ന് പറഞ്ഞു കിട്ടും. ഇതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ ആണ് ചോദിച്ചത് 7:8. സോ 7:8 ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ.